എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അലോകും മിഥുനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അലോകിനോട് മിഥുൻ പറഞ്ഞു, എടാ അലോകെ, നീ എന്തിനാ വിഷമിക്കണേ? നീ ടെൻഷൻ അടിക്കാതിരിക്കുക. ആന്റീനെ നമുക്ക് സമാധാനിപ്പിക്കാം. എന്തെങ്കിലും ഒരു പണി അവന്മാർക്കിട്ട് കൊടുക്കാന്ന് പറയണം. നീ ധൈര്യമായിട്ട് ഇപ്പൊ പോകാനൊക്കെ പറഞ്ഞിട്ട് അലോകിനെ ഞങ്ങൾ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവനങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മിഥുന്റെ അടുത്തേക്ക് മിഥുന്റെ ഫ്രണ്ട് വരുവാണ്. ഫ്രണ്ട് വന്നിട്ട് ചോദിച്ചു, എടാ ഒരു കാര്യം അറിയാലോ, നിനക്ക് നിന്റെ മിത്രനെ കിട്ടണമെങ്കിൽ ആ കുടുംബമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയാം. അതെനിക്കറിയാം. ആ കുടുംബമായിട്ട് എനിക്ക് നല്ല ബന്ധം തന്നെ ഇപ്പം ഞാൻ പോകുന്ന അലോകമായിട്ടുള്ള. ഒരു പക്ഷേങ്കിൽ അതുകൊണ്ട് മാത്രമാണ് അലോകിനെ ഞാൻ ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. അല്ലെ പണ്ടേ ഞാൻ പുറംകാലം കൊണ്ട് തട്ടി എറിയണ്ട അല്ലേ? മിത്രനെ എനിക്ക് കിട്ടണമെന്ന് പറയണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, എങ്ങനെയെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എങ്കിൽ മാത്രം അവരുടെ മനസ്സിൽ നിനക്ക് ഇടം പിടിക്കാൻ പറ്റുള്ളൂ എന്ന് കൂട്ടുകാരൻ പറയണം. എടാ, അതിനുള്ള പണിയൊക്കെ ഞാൻ വെക്കും, അധികം വൈകാതെ തന്നെ. അതിനുള്ള തന്ത്രങ്ങളൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയണം. ഈ സമയത്ത് ദേവമംഗലത്ത് ഗോമതിയും മീനാക്ഷിയും ഇത്രയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മീനാക്ഷി ചോദിച്ചു, അല്ല കുറച്ച് ഓവറല്ലേ ഈ ശ്രീദേവി ചേച്ചി കാണിക്കുന്ന കാര്യങ്ങളെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഇത്രമാത്രം ചായപുരാണം പാടാൻ എന്തിരിക്കുന്നു? ഒരു ചായ കുടിച്ചു കഴിഞ്ഞിട്ട് അത് ഭയങ്കര രുചിയാന്ന്. ഇത്രയും കാലം അമ്മ ഉണ്ടാക്കി കൊടുത്തിരുന്നത് ചായക്കുന്ന രുചി പോരെന്ന്. ഇത് കേട്ടപ്പോൾ ഗോമതി അങ്ങനെയൊന്നുമല്ല. പിന്നെ അല്ല പോലും, അച്ഛൻ രാവിലെ ചായ കുടിക്കാത്ത ആളാ. രാവിലെ നടക്കാൻ പോകുന്നതിന് മുമ്പ് ചായ കുടിച്ചിട്ട് പോയത് കണ്ടോ? അത് പിന്നെ അവള് നിർബന്ധിച്ചു കഴിഞ്ഞപ്പം ശ്രീദേവി നിർബന്ധിച്ചോണ്ട്. അതെ അതെ, നീ അത് പറഞ്ഞാൽ മതിയല്ലോ. ആ സമയം മിത്ര പറഞ്ഞു, ഇത് കുറച്ച് ഓവർ ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ഇതെന്തിനാ പോലും? ഒരുപക്ഷെ ഈ വീട്ടിലുള്ള എല്ലാവരെയും കയ്യിലെടുക്കാനാണോ? അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങള്? എനിക്ക് അങ്ങനെ തോന്നിയെന്നൊക്കെ പറയാം. മീനാക്ഷി പറഞ്ഞു, എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാം. ഈ ചായക്ക് ഇതിന് മാത്രം പ്രത്യേകത എന്തായിരിക്കണേ എന്നൊക്കെ സംസാരിക്കണം. അപ്പോഴേക്കാണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നേ. ഒരു ട്രേ നിറച്ചും കുറച്ച് ചായയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നേ. അങ്ങനെ ചായ കൊടുത്തിട്ട് ഇതമ്മ, അമ്മയ്ക്ക് ചായ എന്ന് പറഞ്ഞ് ചായ കൊടുക്കണം. അല്ല മോളെ, ഞാൻ എടുത്ത് കുടിച്ചോളാം, അതൊന്നും കുഴപ്പമില്ല. പിന്നീട് മീനാക്ഷിക്കും മിത്രയ്ക്കും കൊടുക്കണം. അതിനുശേഷം ഗോമതിയോട് ചോദിച്ചു, ചായ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ചായ എന്ന് പറയണം. മിത്രയോട് ചോദിച്ചു, മിത്രം പറഞ്ഞു നല്ല ചായ എന്ന്. മീനാക്ഷിയോട് ചോദിച്ചു. മീനാക്ഷി കുടിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമില്ല. അതെന്താ മീനാക്ഷി കുഴപ്പമില്ല എന്ന് പറഞ്ഞേ? അപ്പൊ മീനാക്ഷിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇവിടുത്തെ ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും എനിക്കറിയില്ല. കടുപ്പം പോരുന്നുണ്ടോ അതോ മധുരമാണോ? എന്താ കുഴപ്പം എന്തേലും? അത് പിന്നെ ഞാനുള്ള കാര്യം മുഖത്ത് നോക്കി ഉള്ളതുപോലെ പറയും. എനിക്ക് ഇഷ്ടപ്പെട്ടു, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു സാധാരണ രീതിയിലുള്ള ചായ, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഓവർ ബിൽഡപ്പും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, അല്ല മീനാക്ഷിക്ക് ചായ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ചായയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. അല്ല ഇതാർക്കാ ബാക്കി ചായയെല്ലാം എന്ന് ഗോമതി ചോദിക്കണം. ഇത് ഒരെണ്ണം അനുസരിക്കാം, ഒരെണ്ണം ആര്യനും ഒരെണ്ണം ആകാശനെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മിത്ര പറഞ്ഞു, ആര്യനും ഞാനും പുറത്തു പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു ചായ കുടിച്ചായിരുന്നു ക്ഷേത്രത്തിൽ പോയ സമയത്ത്. ഇതേടെ പറഞ്ഞു, അന്നെങ്കിൽ ഞാൻ അനുസരിക്കും ആകാശം കൊടുത്തിട്ട് വരുന്ന പറയണം. പെട്ടെന്ന് മീനാക്ഷി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, വേണ്ട വേണ്ട, ആകാശന് ഇപ്പൊ കൊടുക്കണ്ട. ആകാശൻ അങ്ങനെ പതിവുള്ളൊന്നും അല്ല. ആകാശം നല്ല ഉറക്കമായിരിക്കും എന്നറിയാം. ഉറങ്ങാനാ ഈ സമയത്താ? അതെ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആൺകുട്ടികളാണ് നേരത്തെ എഴുന്നേക്കണ്ടേ, എഴുന്നേറ്റ് ശീലിക്കണ്ടേന്ന് ചോദിക്കുക. ഗോമതി പറഞ്ഞു, അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇവിടെ ഇല്ല മോളെ. അവർ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എഴുന്നേക്കുള്ളൂ പറയണം. അന്നാ അത് കണ്ടിട്ട് തന്നെ കാര്യം. ഞാൻ കൊണ്ടേ ചായ കൊടുത്തിട്ട് വരാം, വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടൊക്കെ വരാന്ന് പറയണം. വേണ്ട വേണ്ട മീനാക്ഷി ചേച്ചി എന്ന് പറഞ്ഞ് ശ്രീദേവി പുറകെ, അല്ല വേണ്ട ശ്രീദേവി ചേച്ചി എന്ന് പറഞ്ഞ് മീനാക്ഷി പുറകെ അങ്ങോട്ട് പോവാണ്. വേണ്ട വേണ്ട, എന്തേ മീനാക്ഷി അവിടെ നിന്ന് ചായ കുടിച്ചോ, ഈ ശ്രീദേവി ഇത് കൊണ്ടേ കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി ചായ ആയിട്ട് പോകുമ്പോഴത്തേനും അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി ഇങ്ങനെ നിൽക്കുവാണ്. പിന്നീട് ശ്രീദേവി ആകാശിന്റെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുക. അപ്പൊ ആകാശ് പുതച്ചും കൂടി കിടക്കുവാണ്. അങ്ങനെ ചെന്ന് ഇപ്പൊ നല്ല ഉറക്കമുള്ള, ഒന്നും അറിയുന്നില്ല, കുംഭകർണ സേവ നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആകാശിനെ വിളിക്കുകയാണ്. ആകാശം എഴുന്നേറ്റില്ല. വീണ്ടും കിടന്ന് ഉറങ്ങുവാണോ എന്നൊക്കെ വിചാരിച്ച് ആകാശെ എഴുന്നേക്കാനൊക്കെ പറഞ്ഞിട്ട് ആകാശിനെ പോയി തട്ടുവേണം. ബെഡ് കോഫി കുടിച്ചിട്ട് കിടക്ക് എന്നൊക്കെ പറയണേ. എനിക്ക് വേണ്ടാന്ന് പറയാം. അത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? സമയം എത്രയാണെന്നറിയാവോ എന്നും പറഞ്ഞിട്ട് വീണ്ടും തട്ടിക്കഴിയുമ്പോഴത്തേനും ആകാശം ഞെട്ടി എഴുന്നേക്കുവാണ്. ഞെട്ടി എഴുന്നേറ്റ് കഴിഞ്ഞതും ഒറ്റ ഞെട്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രീദേവി. കാരണം ആകാശിന്റെ ആ കോലം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ശ്രീദേവിക്ക് എന്താണ് നടത്തില്ല, ആകാശിൽ അലറി വിളിക്കുകയാണ്. ഈ അലറി വിളിച്ചും കാർച്ചം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന മീനാക്ഷിക്ക് കാര്യം മനസ്സിലായി. അലറി വിളിച്ച് പെട്ടെന്ന് ശ്രീദേവി പുറത്തേക്ക് ഇറങ്ങി ഓടി വരുവാണ്. ഈ സമയം മിത്ര ചോദിച്ചു, എന്താ ചേച്ചി എന്താന്ന് ചോദിക്കണേ? ഒന്നുമില്ല, ഞാൻ ആകാശ് പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ ഞാൻ ഞെട്ടിപ്പോ ഏതാന്ന് പറയണം. ഒച്ച കേട്ടോണ്ട് ആനന്ദ് വരുവാണ്. ആനന്ദ് ചോദിച്ചു, എന്താ ദേവി, എന്താ കാര്യം? ദേവി എന്തിനാ കിടന്ന് കരഞ്ഞേന്ന് ചോദിക്കണം. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, അതെ അതൊന്നുമില്ല എന്ന് പറയണം. ഒന്നുമില്ല പിന്നെന്ത് പറ്റി? അത് പിന്നെ ഞാനേ ആകാശിന് ചായയായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ആകാശ് പേടിച്ച് വിളിച്ചു, നിലവിളിച്ചു. അപ്പം ഞാനും അറിയാൻ നിലവിളിച്ചു പോയതാന്ന് പറയണ. എൻ്റെ കൈ തട്ടി ചായ താഴെ വീണു, അതാന്ന് പറയണ. അയ്യോ കൈയൊക്കെ പൊള്ളി വന്നിട്ട് നോക്കട്ടെ എന്ന് പറയണേ.
കുഴപ്പമില്ല ആനന്ദേട്ടാന്ന് പറയാണ്. ഈ സമയം ഗോവിന്ദൻ നീ ഒന്ന് പൊയ്ക്കേ, ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ് ശ്രീദേവിക്ക്. അങ്ങനെ ആനന്ദിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക. ഈ സമയം മീനാക്ഷി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പോവണ്ടാന്ന് എന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിക്കണം. ശ്രീദേവിക്ക് എന്ത് ചെയ്യണം നിർത്തില്ല. ശ്രീദേവി പറഞ്ഞു അല്ല അത് പിന്നെ മീനാക്ഷി ഞാൻ ഇതൊക്കെ കൊണ്ടാ പോവണ്ടാന്ന് പറഞ്ഞത്. ഈ സമയത്ത് കോമതി പറഞ്ഞു മോളെ ഇനി മുതല് ചായയൊക്കെ അവള് കൊണ്ടേ കൊടുത്തോളാം മീനാക്ഷി, നീ മുറിയിലേക്ക് പോകണ്ട കേട്ടോ, കാരണം ആരേത് കോലത്തിലാ കിടക്കണമെന്നും പറയാൻ പറ്റില്ല എന്ന് പറയാം. അയ്യോ ഇനി ഞാൻ കൊണ്ടുപോകുന്നില്ലേ എന്നൊക്കെ പറയണം. ശ്രീദേവിക്ക് കിട്ടാനുള്ളത് കിട്ടി. ശ്രീദേവിക്ക് ആ പാട് ചമ്മലും വിഷമമൊക്കെയാണ്. എൻ്റെ ദൈവമേ ഇനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും എന്നൊരു ചിന്ത. അതേപടി തന്നെ മീനാക്ഷിക്കാണ് ആ പാട്ട് ടെൻഷനായിപ്പോയി. പിന്നീട് മിത്ര മുറിയിലേക്ക് എല്ലുവാണ്. അപ്പൊ ആരിനോടെ ഉണ്ടായിരുന്നു. മിത്ര ചോദിച്ചു അല്ല ഇവിടെ കിടന്ന ഒരു അല്ലറിക്കരച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു ഇരിക്കാം. കേട്ടായിരുന്നു അത് എന്ത് പറ്റിയതാ? അത് ബഹുര രസമായിരുന്നു. അതെ ശ്രീദേവി വെച്ച ആകാശേട്ടന് ചായയായിട്ട് പോയതെന്ന് പറയണേ. ആകാശേട്ടന് ചായയായിട്ടാ? അതെ അത് മീനാക്ഷി ചേച്ചി കൊണ്ടേ കൊടുക്കില്ലേ? കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന് സമ്മതിച്ചിട്ട് വേണ്ടേ. പിന്നെ ആ കല്യാണം കഴിഞ്ഞ ആ ദിവസം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് മീനാക്ഷി ചേച്ചി തടയാനായിട്ട് പോയില്ല. മര്യാദയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞാ. പക്ഷെ മുറി ചെല്ലുമ്പോൾ കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ടു, അതുകൊണ്ട് അലറി വിളിച്ച് ഓടിയെന്ന് പറയണ. അത് കൊള്ളാലോ, അത് ഭയങ്കര രസമായില്ലെന്ന് പറഞ്ഞിട്ട് ആരിനും ചിരിക്കണം. അതെ ഒരു പക്ഷേ നമ്മൾ ക്ഷേത്രത്തിൽ പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് ചായയായിട്ട് ഈ പറയും ശ്രീദേവിച്ച് വന്നായിരുന്നെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മിത്ര ഒന്ന് ചിരിക്കുകയാണ്. ഈ സമയം ആരും പറഞ്ഞു പിന്നെ ഇങ്ങോട്ടേക്കൊന്നും വരത്തൊന്നുമില്ല എന്ന് പറയണ. ഇത് കേട്ടതും മിത്ര പറഞ്ഞു അതൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് മിത്ര അങ്ങോട്ടേക്ക് ഇറങ്ങി പോകണം. ആരിനത് ഓർത്ത് ചിരിക്കുകയാണ്. പിന്നീട് ശ്രീദേവി മുറിയിലേക്ക് വന്നിപ്പോൾ ആനന്ദ് ചേച്ചി എന്ത് പറ്റി? ഷോ വേണ്ടായിരുന്നു, ആകെ പാടെ കുളമായി നാണക്കേടായിപ്പോ എന്നൊക്കെ പറയാം. എന്താ ദേവി എന്താ കാര്യം എന്താന്ന് ചോദിക്കുക. കഷ്ടമായിപ്പോയി ആനന്ദേട്ടാന്ന് പറയണേ. നീ എപ്പോഴും കഷ്ടമായി പോയെന്ന് പറയുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്താ? അത് പിന്നെ ചായയായിട്ട് പോയതുകൊണ്ട് എന്താ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആനന്ദിന്റെ കാര്യം മനസ്സിലായി. സാരമില്ല പോട്ടെ എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ഞാൻ ചെയ്ത് തെറ്റായി പോയോ ആനന്ദേട്ടാന്ന് ചോദിക്കുക. ഏയ് അതൊന്നും കുഴപ്പമില്ലാന്നേ, ചായ കൊണ്ടേ കൊടുത്തെന്നോർത്ത് ഇനി കുഴപ്പമില്ല, ഇനി അങ്ങനെ കൊണ്ടേ കൊടുക്കാൻ പോകണ്ട കേട്ടോ, മീനാക്ഷി കൊണ്ടേ കൊടുത്തോളൂ എന്നൊക്കെ പറയണം. ശരി എന്നൊക്കെ പറയണം. പിന്നീട് ആനന്ദ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് ആകാശം അങ്ങോട്ടേക്ക് ആകാശിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിന് ചിരി വന്നു. അപ്പോഴേക്കും ധർമ്മനും അങ്ങോട്ടേക്ക് വരുവാണ്. ആകാശനെ നോക്കി അവരൊരു ചിരി അരിച്ചിട്ട് അങ്ങോട്ട് പോകണം. ആകാശന് ആ പടം നാണക്കേടെ ശേ ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലേക്ക് അങ്ങോട്ട് വരുവാണ്. ഈ സമയം ശ്രീദേവി നേരെ അടുക്കളയിലേക്ക് എന്നപ്പോഴത്തേനും മീനാക്ഷി പാത്രങ്ങളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്, പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് ശ്രീദേവി ചെന്നിട്ട് പറഞ്ഞു അയ്യോ ഇതെന്താ മീനാക്ഷി കാണിക്കുന്നത്? പ്ലേറ്റുകളൊക്കെ ഈ പണികളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയാണ്. അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. അതെ ഈ വീട്ടിലെ മൂത്ത മരുമോള് ഞാനല്ലേ, അതുകൊണ്ട് ഈ പണികളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയണേ. പണികളൊക്കെ എനിക്ക് ചെയ്യാതിരിക്കുന്ന എനിക്ക് ഇഷ്ടമെന്ന് മീനാക്ഷി പറഞ്ഞു. പക്ഷെ എങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ലോ, ഇവിടെ അമ്മ തന്നെ ചെന്ന് ചെയ്യേണ്ടെന്നിരിക്കുക, അമ്മേനെ കൊണ്ട് തന്നെ ചെയ്യിക്കാനാ. ഞാൻ ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തോളാം, അമ്മ അവിടെ മാറി ഇരുന്നോട്ടെ എന്ന് പറയണ. അമ്മയ്ക്ക് അങ്ങനെ ബുദ്ധിമുട്ടാവും, അമ്മയാണ് ഈ അടുക്കള കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു പണിയും ചെയ്യാതിരുന്ന അമ്മയ്ക്ക് ഭയങ്കര വിഷമാവെന്ന് പറയാണ്. ഇത് കേട്ട് ശ്രീദേവന് ഇത്രയും കാലം അടുക്കള കിടന്ന് ജോലി ചെയ്താലേ അമ്മയ്ക്കും വേണ്ട ഒരു ഇഷ്ടം കാര്യങ്ങളും എന്നൊക്കെ പറയണം. പിന്നീട് അവൾ മീനാക്ഷിയോട് പറഞ്ഞു അതെ എനിക്ക് ഈ അടുക്കള ജോലികളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെന്ന് പറയണം. ആണോ അങ്ങനെയൊക്കെയാണോ? എനിക്കാണ് അടുക്കള കയറുന്ന പോലും ഇഷ്ടമില്ലെന്ന് മീനാക്ഷി പറയാം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഗവൺമെന്റ് ജോലി വരെ കിട്ടാൻ തുടങ്ങിയതാ, പക്ഷെ ഞാൻ വേണ്ടെന്ന് വെച്ചാന്ന് പറയണേ. വേണ്ടെന്ന് വെച്ചോ? അതെ എനിക്ക് ഈ പാചകം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം അടുക്കളയില്, അതുകൊണ്ട് മാത്രം ഞാൻ ഗവൺമെന്റ് ജോലി പോലും വേണ്ടെന്ന് വെച്ച് വീട്ടിലിരുന്നേന്ന് പറയണം. അത് ഭയങ്കര അത്ഭുതമാണല്ലോ എന്ന് പറയണം. അതെ മീനാക്ഷി ആ പ്ലേറ്റും കൊണ്ടുവിടാം, ഞാൻ തുടച്ചു വെച്ചോളാം, ഇതൊക്കെ ഇനി മുതൽ ഞാൻ ചെയ്തോളാം എന്ന് പറയണം. കൃത്യം കഴിക്കാനായിട്ട് വന്നിരുന്നാൽ മാത്രം മതി എന്ന് പറയാം. എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യണമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം മീനാക്ഷി ഒന്ന് ആലോചിച്ചിട്ട് മുറിക്കകത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. ആ സമയം ധർമ്മനും ആകാശം ആനന്ദോട് പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ആകാശം പറഞ്ഞു ഷോ കഷ്ടമായി പോയെന്ന് പറയണം. ആനന്ദേട്ട ഒരു കാര്യം ചെയ്യണം, ഇനി രാവിലെ ബെഡ് കോഫി ആയിട്ട് അങ്ങോട്ട് വന്ന് വിളിക്കരുതെന്ന് ശ്രീദേവിച്ചോടൊന്ന് പറയണമെന്ന് പറയാം. എടാ അത് പിന്നെ അവള് പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ നിന്ന് വന്നതല്ലേ, ഈ ആൺകുട്ടികളുടെ കിടപ്പും കാര്യങ്ങളെ കുറിച്ചൊന്നും അവൾക്ക് അറിയത്തില്ലോ, അതൊക്കെ ഞാൻ പറഞ്ഞോളാന്ന് പറയാം. ധർമ്മം പറഞ്ഞു എന്നാലും ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലാതെ പോയല്ലോ, ആ ഒരു കാഴ്ച കാണാനെന്ന് പറയാം. ഇതേ മാമ ഒരെണ്ണം കിട്ടു തന്നാണ്ടല്ലോ എന്ന് ആകാശ് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മൻ അവിടെ നിന്ന് ചിരിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.